Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സാനിറ്ററി കെമിസ്റ്റിൻ്റെ സിലബസിൽ വരുന്ന ബയോകെമിസ്ട്രിയിൽ വരുന്ന സെൽ ബയോളജി പോർഷനാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റീസെൻ്റ് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് PSC എക്സാം അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറക്കാതെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സാനിറ്ററി കെമിസ്ട്രി നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ ഒരു പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കാനും ക്ലാസ്സുകൾ നിങ്ങളുടെ പ്രിപ്പറേഷന് ഉപകാരപ്രദമാക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. യൂക്കാരിയോട്ടിക് സെല്ല്. അപ്പോൾ യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് പ്രൊട്ടിസ്റ്റുകൾ, പ്ലാന്റ്സ്, അനിമൽസ്, ഫംഗസ് എന്നിവയൊക്കെയാണ്. ഇവിടെ നമുക്ക് എക്സ്റ്റെൻസീവായ കമ്പാർട്ട്മെന്റലൈസേഷൻ കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ സൈറ്റോപ്ലാസം. ഇതിൽ പല കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മെംബ്രെയിൻ ബൗണ്ടായ ഓർഗാനിലീസിനെ എല്ലാം തന്നെ. അപ്പോൾ യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ അവർക്കൊരു ന്യൂക്ലിയസ് കാണാം. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഒപ്പം തന്നെ ന്യൂക്ലിയർ എൻവലപ്പും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് കോംപ്ലക്സ് ആയ ലോക്കോമോട്ടറി ആൻഡ് സൈറ്റോസ്കെൽറ്റൽ സ്ട്രക്ചേഴ്സും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ജനറ്റിക് മെറ്റീരിയലിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്രോമസോമുകളായിട്ടാണ്. എന്തായിട്ടാണ്? ക്രോമസോമുകളായിട്ടാണ്. ഇനി എല്ലാ യൂക്കാരിയോട്ടിക് സെല്ലും ഐഡന്റിക്കൽ അല്ല എന്നാണ് പറയുന്നത്. ഒരുപോലെയല്ല ഇവരെ കാണാനായിട്ട് ഇരിക്കുക. യൂക്കാരിയോട്ടിക് സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ പ്ലാന്റ് സെൽ എന്താണ്, അനിമൽ സെൽ എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡയഗ്രാമിനകത്ത് നല്ല എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്ലാന്റ് സെല്ലിനകത്ത് സെൽ വാൾ പ്രസന്റ് ആണ്. അതുപോലെ വാക്യൂള് നമുക്ക് പ്ലാന്റ് സെല്ലിനകത്താണ് കാണുന്നത്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറും പ്ലാന്റ് സെല്ലിനകത്ത് കാണുന്ന പെർട്ടിക്കുലർ പ്ലാന്റ് സെല്ലിനകത്ത് മാത്രം കാണുന്ന ഒന്നാണ്. അതേസമയം നമ്മുടെ അനിമൽ സെല്ലിനകത്ത് നോക്കുകയാണെങ്കിൽ സെൻട്രിയോൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് അനിമൽ സെല്ലിനകത്ത് പെർട്ടിക്കുലർ ആയിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ള എല്ലാ ഓർഗാനിസം ലൈക്ക് ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, ഗോൾഗി അപ്പാരറ്റസ്, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ഇതൊക്കെ നമുക്ക് പ്ലാന്റ് സെല്ലിനകത്തും അതേപോലെ തന്നെ അനിമൽ സെല്ലിനകത്തും ഒരേപോലെ കാണാൻ പറ്റുന്ന ചില ഓർഗാനിലീസ് ആണ്. പ്ലാന്റ് സെല്ലിനെയും അതുപോലെ തന്നെ അനിമൽ സെല്ലിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് സെൽ എപ്പോഴും റിജിഡ് ആയിട്ടുള്ള ഒരു സെൽ വാൾ കൊണ്ട് സറൗണ്ടഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം അനിമൽ സെല്ലിനകത്ത് ഈ പറയുന്ന സെൽ വാൾ പ്രസന്റ് അല്ല. അതേപോലെ പ്ലാന്റ് സെല്ലിനകത്ത് ലാർജ് ആയിട്ടാണ് നമുക്ക് വാക്യൂൾ കാണാനായിട്ട് സാധിക്കുന്നത്. അനിമൽ സെല്ലിനകത്താണെങ്കിലോ അതിനകത്ത് വെരി സ്മോൾ വാക്യൂൾസ് ആണ് വെൻ കമ്പയർഡ് വിത്ത് പ്ലാന്റ് സെൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ പ്ലാന്റ് സെൽ എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് വെൻ കമ്പയർഡ് വിത്ത് അനിമൽ സെൽ ലാർജ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പ്ലാന്റ് സെല്ലിനകത്ത് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അനിമൽ സെല്ലിനകത്ത് ഈ പറയുന്ന പ്ലാസ്റ്റിഡ്സ് ആബ്സെന്റ് ആണ്. സെൻട്രോസോംസ് പ്ലാന്റ് സെല്ലിനകത്ത് ആബ്സെന്റ് ആണ്. അനിമൽ സെൽസിന് എന്തുണ്ട്? സെൻട്രോസോംസ് പ്രസന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലാന്റ് സെല്ലിന് സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്കില്ല. സീലിയ പൊതുവെ ലോക്കോമോഷനൊക്കെ വേണ്ടിയിട്ടാണ്. അനിമൽ സെല്ലിനകത്ത് പക്ഷേ സീലിയ പ്രസന്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ലൈസോസോംസ് എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിനകത്ത് വളരെ റെയർ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം നമ്മുടെ അനിമൽ സെല്ലിനകത്ത് ലൈസോസോംസ് പ്രസന്റ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സെൽ മെംബ്രെയിൻ. ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് മെംബ്രെയിൻ സ്റ്റഡി ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷന് ശേഷമാണ്. അതായത് 1950s ശേഷമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നത്. അതേസമയം കെമിക്കൽ സ്റ്റഡീസ് നടന്നിരുന്നു ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസിനകത്ത്. അതുവഴി സയന്റിസ്റ്റുകൾ പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ ഡിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡീസ് ഒക്കെ വഴിയായിട്ടാണ് സെൽ മെംബ്രെയിൻ പൊതുവെ ലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചിട്ടാണ് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് പഠിച്ചത്. അപ്പോൾ മേജറായിട്ട് ഏത് ലിപ്പിഡാണ് നമ്മുടെ സെൽ മെംബ്രെയിനകത്ത് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനകത്ത് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോസ്ഫോലിപ്പിഡ് ആണ്. അതിന് ഈ ഫോസ്ഫോലിപ്പിഡിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബൈലെയർ ആയിട്ടാണ്. ബൈലെയർ എന്ന് വെച്ചാൽ എന്താ? 2 ലെയർ ആയിട്ടാണ് ഫോസ്ഫോലിപ്പിഡിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ഇപ്പോൾ ഈ ലിപ്പിഡ് എന്ന് പറയുന്നത് മെംബ്രെയിനിന്റെ പോളാർ ഹെഡ് ഔട്ട്സൈഡിലേക്ക് നിൽക്കുന്ന പോലെയും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് ഉള്ളിലേക്ക് നിൽക്കുന്ന പോലെയും ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹൈഡ്രോഫോബിക്നെസ് എന്താണ്? വാട്ടർ ഹേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്.
പോളാർ എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് ഒരു ഇലക്ട്രിക്കൽ പോൾസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. നോൺ പോളാറിന് ഈ പറയുന്ന ഇലക്ട്രിക്കൽ പോൾസ് നമുക്കില്ല. സോ ദിസ് എൻഷ്യൂർസ് ദാറ്റ് നോൺ പോളാർ ടെയിൽ, അതായത് ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് വെച്ചിട്ടായിരിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വെച്ച് കമ്പോസ് ചെയ്യപ്പെട്ട നോൺ പോളാർ ആയിട്ടുള്ള ടെയിൽ എന്ന് പറയുന്നത് അക്വസ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതായത് നമ്മൾ പറഞ്ഞല്ലേ ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാൽ എന്താണ്, വാട്ടർ ഹേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ അക്വസ് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ അതിന് നമുക്ക് എപ്പോഴും എങ്ങനെ കാണാൻ സാധിക്കുന്നത്, ഉള്ളിലോട്ടായിട്ടാണ്, ഇന്നർ പാർട്ടിലേക്കാണ് നമുക്ക് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പിക്ചറിനകത്ത് നമുക്ക് നോക്കിയാൽ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് ഉള്ളിലോട്ടായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇൻ അഡീഷൻ ഈ ഫോസ്ഫോലിപ്പിഡ് അല്ലാതെ കൊളസ്ട്രോളും കൂടെ നമുക്ക് ഈ പറയുന്ന പ്ലാസ്മ മെമ്പറിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ പിക്ചറിനകത്ത് നോക്കുകയാണെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് കാണാം എക്സ്റ്റേണൽ ആയിട്ട് ഒരു എൻവയോൺമെന്റ് ഉണ്ട്, അതുപോലെ ഇന്റേണൽ ആയിട്ടും എൻവയോൺമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ നമുക്കിത് ഇവിടെ 1, 2 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് പലധികം പ്രോട്ടീൻസും കൊളസ്ട്രോളും ഒക്കെ എംബഡഡ് ആയിട്ട് നമുക്ക് ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള, അതായത് വാട്ടർ ലവിങ് ആയിട്ടുള്ള ഹെഡ് നമുക്ക് പുറത്തോട്ടും നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് നമുക്ക് ഉള്ളിലേക്ക് ഇന്നർ സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ സ്ട്രക്ചർ വരുന്നത്. പിന്നീടുള്ള ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷനകത്തുനിന്നും ക്ലിയർ ആയിട്ട് റിവീൽ ചെയ്തത് സെൽ മെംബ്രെയിനകത്ത് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും പ്രസന്റ് ആണ് എന്നുള്ളതാണ്. റേഷ്യോ പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് വേരിയബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഡിഫറെന്റ് സെൽ ടൈപ്പിനകത്തും പ്രോട്ടീന്റെയും ലിപ്പിഡിന്റെയും കണ്ടന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിനകത്ത് നമ്മുടെ എർത്രോസൈറ്റ്, അതായത് നമ്മുടെ RBCനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 52% പ്രോട്ടീനും 40% എന്താണ്, ലിപ്പിഡ്സ് ആണ് നമ്മുടെ RBCനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നതനുസരിച്ച് മെംബ്രെയിൻ പ്രോട്ടീൻസിന് ഇന്റഗ്രൽ എന്നും പെരിഫറൽ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എപ്പോഴും സർഫസ് ഓഫ് ദ മെംബ്രെയിനിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എപ്പോഴും പാർഷ്യലിയോ അല്ലെങ്കിൽ ടോട്ടലിയോ നമ്മുടെ മെംബ്രെയിനകത്ത് ബറീഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത് സിംഗറും നിക്കോൾസണും ചേർന്ന് 1972ലാണ്. അതാണ് വൈഡ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് ബോസൈറ്റ് മോഡൽ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, quasi fluid nature of lipid enables lateral movement of protein within the overall bilayer. quasi fluid എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഹാഫ് സോളിഡും ഹാഫ് ലിക്വിഡ് ആയിട്ടുള്ള അവരുടെ നേച്ചർ, ലിപ്പിഡിന്റെ നേച്ചർ കാരണമാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത്, ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് സംഭവിക്കുന്നത്. ഈ എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിനെയാണ് ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ ഫ്ലൂയിഡ് നേച്ചർ ഉള്ളത് കൊണ്ട് മാത്രമാണ് സെൽ ഗ്രോത്ത്, ഫോർമേഷൻ ഓഫ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻസ്, സെക്രീഷൻ, എൻഡോസൈറ്റോസിസ്, സെൽ ഡിവിഷൻ പോലുള്ള ഫങ്ഷൻസ് നമ്മുടെ സെൽ മെംബ്രെയിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെംബ്രെയിൻ ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, നമുക്ക് പല സാധനങ്ങളും പുറത്തേക്കും അതുപോലെ തന്നെ ഉള്ളിലേക്കും വരേണ്ടതായിട്ടുണ്ട്. ചില അയേൺസ്, ചില മോളിക്യൂൾസ്, ഇതിനൊക്കെ നമ്മുടെ സെല്ലിനകത്തോട്ടും അതുപോലെ ചിലത് സെക്രട്ടറി മെറ്റീരിയൽസ് ഉണ്ടാവും, അത് നമുക്ക് പുറത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ ചില മോളിക്യൂൾസിനെ മാത്രമാണ് അങ്ങോട്ടേക്കും ചിലതിന് മാത്രമാണ് ഇങ്ങോട്ടേക്കും കടത്തിവിടുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഇവിടെ ട്രാൻസ്പോർട്ട് നടക്കുന്നതിനെ പറ്റിയിട്ടാണ്. So many molecules can move briefly across the membrane without any requirement of energy. ഒരു തരത്തിലുള്ള എനർജിയും വേണ്ടാതെ ചില മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് ഡിഫ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എനർജി വേണ്ടാണ്ട് ട്രാവൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ മൂവ്മെന്റ് നടക്കുന്നതിനെയാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ചില ന്യൂട്രൽ മോളിക്യൂൾസ് മെംബ്രെയിനിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ടാവും, അതിന് നമുക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ് വിളിക്കാം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവർ എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഈ എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കും വരുന്ന മൂവ്മെന്റ് ആണ്. ഇതാണ് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ഹൈ ടു ലോ ഇവിടെ നമുക്ക് നോക്കാം അല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം കുറേ അധികം മോളിക്യൂൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ കുറഞ്ഞ ഒരു പോർഷനിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരം മൂവ്മെന്റിന് നമുക്ക് പൊതുവെ പാസീവ് ട്രാൻസ്പോർട്ട്, ഈ മൂവ്മെന്റിന് ഒരു തരത്തിലുള്ള എനർജിയും വേണ്ടതായിട്ട് ഇല്ല. സോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ന്യൂട്രൽ സൊല്യൂട്ട്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാണ്
വിളിക്കുന്നുണ്ടാവുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ, ലോ കോൺസെൻട്രേഷൻ ആണ് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹൈ കോൺസെൻട്രേഷൻ ആണ് പാർട്ടിക്കിൾസ് നമുക്ക് പുറത്ത് കാണാനായിട്ട് ഔട്ട്സൈഡ് ദ സെൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്രം ഹൈ ടു ലോ ഒരു മൂവ്മെന്റ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാവുന്നതാണ്. വാട്ടറും അതുപോലെ തന്നെ ഈ മെംബ്രൈനിൽ കൂടെ ഹയർ ടു ലോവർ കോൺസെൻട്രേഷനിൽ മൂവ് ചെയ്യാറതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മൂവ്മെന്റ് ഓഫ് വാട്ടർ ബൈ ഡിഫ്യൂഷനെയാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോളാർ മോളിക്യൂൾസിന് നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡ് ബൈലെയറിനകത്ത് കൂടെ പാസ് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ചില കാരിയർ പ്രോട്ടീൻസിന്റെ ആവശ്യകത വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാരിയർ പ്രോട്ടീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്ന്, അതായത് ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഡിഫ്യൂഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ദ പ്രോസസ് വിച്ച് റിക്വയർ എ കാരിയർ പ്രോട്ടീനെ നമുക്ക് എന്ത് വിളിക്കാം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ് വിളിക്കാം. അത് എത്തരം കേസസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളർ ആയിട്ടുള്ള ചില മോളിക്യൂൾസ് നോൺ പോളർ ആയിട്ടുള്ള ലിപ്പിഡ് ബൈലെയറിനകത്ത് കൂടെ പാസ് ചെയ്യുമ്പോൾ ഈ കാരിയർ പ്രോട്ടീൻസിനെ നമുക്ക് യൂസ് ചെയ്തിട്ടാണ് അവിടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇനി ചില അയേൺസും മോളിക്യൂൾസും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്രോസ് ദ മെംബ്രെയിൻ എഗെയിൻസ്റ്റ് ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും പോവുക. അതായത് ലോവറിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കായിരിക്കും അങ്ങനെയുള്ള കേസസിൽ പോവുക. അങ്ങനെയുള്ള സമയത്ത് അതൊരു എനർജി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ. അതായത് താഴ്ന്ന സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ള കോൺസെൻട്രേഷൻ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ആ സമയത്ത് ഒരു എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ATP ആണ് നമ്മൾ അവിടെ എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ATP യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ടിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനൊരു എക്സാമ്പിൾ ആണ് Na+K+ പമ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ, ലോ കോൺസെൻട്രേഷൻ ഉള്ള മോളിക്യൂൾസ്, ലോ കോൺസെൻട്രേഷൻ അവിടെ നമുക്ക് കുറച്ച് മോളിക്യൂൾസ് മാത്രം ഇവിടെ കാണാം. ആ മോളിക്യൂൾസ് ആണ് ATPന്റെ സഹായത്തോടെ, അതായത് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഏരിയയിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ചില ഗ്യാസസിന്റെ ഒക്കെ പെർമിയബിലിറ്റി വളരെയധികം കൂടുതലാണ്, അവിടെ ഈസി ആയിട്ട് പെർമിയബിൾ ആയിരിക്കും. പക്ഷേ ചില ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ്, വലിയ ലാർജ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആവശ്യമായിട്ടുണ്ട്. അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഡിഫ്യൂഷൻ, ഇങ്ങനെയുള്ള ചില ട്രാൻസ്പോർട്ട് രീതികൾ അവർ അഡോപ്റ്റ് ചെയ്തെന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ കാണാം, സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണ്, ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് എന്താണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ റിക്വയർസ് എ സ്പെസിഫിക് പ്രോട്ടീൻ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ വേണ്ടത് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിന്റെ കേസിലാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ കേസിലും നമുക്കൊരു സ്പെസിഫിക് പ്രോട്ടീൻ റിക്വയർഡ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് എഗെയിൻസ്റ്റ് ദിസ് ഗ്രേഡിയന്റ്, എഗെയിൻസ്റ്റ് വെച്ചാൽ എന്താണ്, ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ പോകുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ്. ബാക്കി സിമ്പിൾ ഡിഫ്യൂഷന്റെ കേസിലായിക്കോട്ടെ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിന്റെ കേസിലായിക്കോട്ടെ രണ്ട് കേസിലും എങ്ങനെയാണ്, ഹൈ ടു ലോ ആണ് അവരുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടാവുക. അതായത് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും അവരുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടായിരിക്കുക. ഇനി ATP ഹൈഡ്രോളിസിസ് നടക്കുന്നത് ആകെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ്. അപ്പോൾ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ATP വേണ്ട പ്രൊസീജിയർ, ATP വേണ്ട ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇനി ഡ്രൈവൺ ബൈ മൂവ്മെന്റ് ഓഫ് കോ ട്രാൻസ്പോർട്ടഡ് അയൺ ഡൗൺ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇവിടെ ഒരു തരം കോ ട്രാൻസ്പോർട്ടഡ് അയൺ വേണ്ടതായിട്ട് ഇല്ല. ഇനി എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഡിഫ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ, നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഗ്യാസസ് ഒക്കെ വളരെ ഈസി ആയിട്ട് മെംബ്രെയിനെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഇതൊക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയായിട്ടാണ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്, അതായത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഒക്കെ കുറച്ച് ലാർജർ മോളിക്യൂൾസ് ആണ്. അതുപോലെ അമിനോ ആസിഡ്സ്, ഇതൊക്കെ സംഭവിക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വഴിയായിട്ടാണ്. അയേൺസ്, വാട്ടർ, ഇതൊക്കെ പല ചാനൽസും ചില പ്രോട്ടീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതേസമയം ചില അയേൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വേണ്ടതായിട്ടുണ്ടാവും. ചില ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂൾസ്, ലിപ്പിഡ്, ഇതൊക്കെ ATP പവേർഡ് പമ്പ് വഴിയായിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എന്ത് വിളിക്കാം, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ വാളിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം അല്ലെ, സെൽ വാൾ നമുക്ക് ഇവിടെ കാണുന്നത് പ്ലാന്റ് സെല്ലിനകത്താണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. സെൽ വാൾ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു റിജിഡ് സ്ട്രക്ചർ ആണ്. ഔട്ടർ കവറിംഗ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഈ പറയുന്ന സെൽ വാൾ എന്ന് പറയുന്നത്. ഫംഗസിലായിക്കോട്ടെ പ്ലാന്റ്സിനകത്തായിക്കോട്ടെ ഈ പറയുന്ന സെൽ വാൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെൽ വാൾ പൊതുവെ എന്തിനാണ്, നമുക്ക് ഷേപ്പ് തരാൻ വേണ്ടിയിട്ട് അല്ലെ, സെല്ലിന് ഒരു ഷേപ്പ് തരാൻ, സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സെൽ ടു സെൽ ഇന്ററാക്ഷനിൽ നിന്നും, മെക്കാനിക്കൽ ആയിട്ടുള്ള ഡാമേജിൽ നിന്നും, ഇൻഫെക്ഷൻസ്,
അതിനകത്തു നിന്നൊക്കെ നമ്മുടെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഈ സെൽ വാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ബാരിയർ ആയിട്ട്, അൺഡിസൈറബിൾ ആയിട്ടുള്ള മാക്രോമോളിക്യൂൾസ് വരാതിരിക്കാനുള്ള ഒരു ബാരിയർ ആയിട്ട് സെൽ വാൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആൽഗേനെ നോക്കിക്കഴിഞ്ഞാൽ ആൽഗയ്ക്ക് സെൽ വാൾ ഉണ്ട്. ഈ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ്, ഗാലക്ടാൻസ്, മാനാൻസ്, മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ് ഒക്കെ വെച്ചിട്ടാണ്. വൈൽ ഇൻ അതർ പ്ലാന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്ടിൻസ്, പ്രോട്ടീൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് പ്ലാന്റ്സിനകത്ത് കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ സെൽ വാൾ എന്തിനാണ്? പൊതുവെ സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടും റിജിഡിറ്റി ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് സെല്ലിനകത്ത് നമുക്ക് പൊതുവെ സെൽ വാൾ കാണാനായിട്ട് സാധിക്കുന്നത്. സെൽ വാൾ ഓഫ് യങ് പ്ലാന്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രൈമറി വാളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രൈമറി വാൾ എന്ന് പറയുന്നത് ഗ്രോത്തിന് വളരെയധികം കേപ്പബിൾ ആയിരിക്കും. അത് പോകെ എന്താവും, സെല്ല് മെച്ചർ ആവും തോറും അതിന്റെ ആ ഗ്രോത്ത് കേപ്പബിലിറ്റി കമ്മിയാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നീട് സെക്കൻഡറി സെൽ വാൾ ഫോർമേഷൻസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മിഡിൽ ലാമെല്ലെ എന്ന് പറയുന്നത് കാൽഷ്യം പെക്ടേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ മിഡിൽ ലാമെല്ലയാണ് നമ്മുടെ പല നൈബറിംഗ് സെൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്ലൂ പോലെ ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന മിഡിൽ ലാമെല്ലയാണ്. ഇവിടെ നമുക്ക് കാണാം അല്ലെ, മിഡിൽ ലാമെല്ലയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി സെൽ വാളും അതുപോലെ മിഡിൽ ലാമെല്ലയും നമുക്ക് ട്രാവേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പ്ലാസ്മോഡെസ്മാറ്റാസ് വഴി ട്രാവേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നതാണ് സൈറ്റോപ്ലാസംസ് തമ്മിൽ, നൈബറിംഗ് സെൽസിന്റെ ഇവിടെ ഒരു സൈറ്റോപ്ലാസം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ സെല്ലിന്റെ സൈറ്റോപ്ലാസം തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഈ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഈ വീഡിയോനകത്ത് നമ്മൾ സെൽ വാൾ എന്താണ്, സെൽ മെംബ്രെയിൻ എന്താണ്, യൂക്കാരിയോട്ടിക് സെൽ എന്താണ്, പ്ലാന്റ് സെല്ല്, അനിമൽ സെല്ല് ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോനകത്ത് സെൽ ഓർഗാനിൽസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്, ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എഫിഷ്യൻ്റ് ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയാം 50ഓളം ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. ഒരു 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടി ഉണ്ടായിരിക്കും. പല ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, കെമിസ്ട്രി എന്നിങ്ങനെ 3ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ഡിഫറെൻറ്റ് മൊഡ്യൂൾസും നമുക്ക് വരുന്നുണ്ട്. 10ഓളം മൊഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു എക്സാം സിലബസ് ആണ് നമുക്ക് സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 50ഓളം ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. MCQ PDF-കൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാണോ നമ്മുടെ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെൽഫ് അനാലിസിസിനായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് മൊഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക് ബേസ്ഡ് ക്വിസുകളും. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ 10 റിവിഷൻ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9992645596 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. എഗെയിൻ വാച്ച് ചെയ്യാം. ക്വിസുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റുകളായാലും നിങ്ങൾക്ക് എഗെയിൻ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി MCQ PDF വേണ്ടവർക്ക് അത് വായിച്ച് പഠിക്കാനായിട്ട് PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിന്റബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിൻ്റെ ക്രാഷ് കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവിഷൻ ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് പോകുന്നത്. സ്റ്റുഡൻറ്റ് റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻറോൾ ചെയ്യാനായിട്ടും അതുപോലെ പഠിച്ചു തുടങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് കമൻസിലൂടെ അറിയിക്കാനായിട്ടും ശ്രദ്ധിക്കുക. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു.